ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല. ഇന്നീ കണ്ട തടിക്ക് വിനാശവും ഇന്ന നേരം എന്നേതുമറിഞ്ഞില്ല. കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നോ വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. കണ്ടാലൊട്ടറിയുന്നു ചിലരിത്, കണ്ടാലും തിരിയാ ചിലർക്കേതുമേ. കണ്ടതൊന്നുമേ സത്യം അല്ലെന്നത് മുമ്പേ കണ്ടിട്ടറിയുന്നിതു ചിലർ. മനുജാതിയിൽ തന്നെ പലവിധം മനസ്സിനു വിശേഷമുണ്ടോർക്കണം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ. മതമത്സരം ചിന്തിച്ചു മതി കെട്ടു നടക്കുന്നിതു ചിലർ. ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പുക്കു കുഞ്ചിരാമനായിടുന്നിതു ചിലർ. കോലകങ്ങളിൽ സേവകരായിട്ടു കോലം കെട്ടി ഞെളിയുന്നിതു ചിലർ. ശാന്തി ചെയ്തു പുലർത്തുവാനായിട്ടു സന്ധ്യയോളം നടക്കുന്നിതു ചിലർ. അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. അഗ്നിസാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ. സത്തുക്കൾ കണ്ടു ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവെ പോലെ ക്രുദ്ധിക്കുന്നു ചിലർ. വന്ദിതന്മാരെ കാണുന്ന നേരത്തു നിന്നിച്ചത്രേ പറയുന്നിതു ചിലർ. കാൺക നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വമീ വണ്ണം നിൽപ്പൂവെന്നും ചിലർ. ബ്രാഹ്മണ്യം കൊണ്ടു കുന്തിച്ചു ബ്രഹ്മാവുമേനിക്കൊക്കായെന്നും ചിലർ. അർത്ഥാശയ്ക്കു വിരുദു വിളിപ്പിപ്പാൻ അഗ്നിഹോത്രാദി ചെയ്യുന്നിതു ചിലർ. സ്വർണങ്ങൾ നവരത്നങ്ങളെ കൊണ്ടും എണ്ണം കൂടാതെ വിൽക്കുന്നിതു ചിലർ. ലാഭം കൊണ്ടു കച്ചവടം ചെയ്തും ഉത്തമദുരകങ്ങളതു കൊണ്ടും അത്രയുമല്ല കപ്പൽ വെപ്പിച്ചിട്ടും എത്ര നേടുന്നീതർത്ഥം ശിവ ശിവ. വൃത്തിയും കെട്ടു ധൂർത്തരായെപ്പോഴും അർത്ഥത്തെ കൊതിച്ചെത്ര നശിക്കുന്നു. അർത്ഥമെത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാ മനസ്സിനൊരു കാലം. 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിൽ ആശ്ചര്യമെന്നതും ആശയായുള്ള പാശമതിങ്കെന്നു വേറിടാതെ കരേറുന്നു മേൽക്കുമേൽ. സത്തുക്കൾ ചെന്നിരുന്നാൽ ആർത്ഥത്തിൽ സ്വൽപ്പമാത്രം കൊടാ ചില ദുഷ്ടന്മാർ. ചത്തുപോം നേരം വസ്ത്രം അതുപോലും ഒത്തിടാ കൊണ്ടുപോവാനൊരുത്തർക്കും പശ്ചാത്താപം ഒരെള്ളോളമില്ലാതെ
വിശ്വാസപാതകത്തെ കരുതുന്നു. വിത്തത്തിലാശ പറ്റുക ഹേതുവായി സത്യത്തെ ത്യജിക്കുന്നു ചിലരഹോ. സത്യമെന്നതു ബ്രഹ്മം അതു തന്നെ സത്യമെന്നു കരുതുന്നു സത്തുക്കൾ. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നിതു ചിലർ. കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദഭം. കൃഷ്ണ കൃഷ്ണ നിരൂപിച്ചു കാണുമ്പോൾ തൃഷ്ണ കൊണ്ടേ ഭ്രമിക്കുന്നിതൊക്കെയും. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. എണ്ണി എണ്ണി കുറയുന്നിതായുസും മണ്ടി മണ്ടി കരേറുന്നു മോഹവും. വന്നു ഓണം കഴിഞ്ഞു വിഷുവെന്നും വന്നില്ലല്ലോ തിരുവാതിരയെന്നും. കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രമശ്വതി നാളെന്നും. ശ്രാദ്ധമുണ്ടഹോ വൃശ്ചിക മാസത്തിൽ സദ്യയൊന്നു മേളുതല്ലിനിയെന്നും. ഉണ്ണിയുണ്ടായി വേൾപ്പിച്ചതിലൊരു ഉണ്ണിയുണ്ടായി കണ്ടാവൂ ഞാനെന്നും. കോണിക്കൽ തന്നെ വന്ന നിലമിനി കാണമെന്നെന്നടുപ്പിക്കരുതെന്നും. ഇഥമോരോന്നു ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവ ശിവ. പറഞ്ഞു വിശേഷിച്ചും ചിന്തിച്ചിടുവീനാവോളമെല്ലാരും. കർമ്മത്തിൻ്റെ വലിപ്പവും ഓരോരോ ജന്മങ്ങൾ പലതും കഴിഞ്ഞെന്നതും. കാലമിന്നു കലിയുഗമായതും ഭാരതഖണ്ഡത്തിൻ്റെ വലിപ്പവും. അതിൽ വന്നു പിറന്നതും ഇത്ര നാൾ പഴുതേ തന്നെ പോയ പ്രകാരവും. ആയുസിൻ്റെ പ്രമാണമില്ലാത്തതും ആരോഗ്യത്തോടിരിക്കുന്ന അവസ്ഥയും. ഇന്നു നാമ സങ്കീർത്തനം കൊണ്ടുടൻ വന്നുകൂടും പുരുഷാർത്ഥമെന്നതും. ഇനിയുള്ള നരകഭയങ്ങളും ഇന്നു വേണ്ടും നിരൂപണമൊക്കെയും. എന്തിനു വൃഥ കാലം കളയുന്നു വൈകുണ്ഠത്തിനു പൊയ്ക്കൊള്ളുവീനെല്ലാരും. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും. മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്തു മത്സരിക്കുന്നതെന്തിനു നാം വൃഥാ. അർത്ഥമോ പുരുഷാർത്ഥമിരിക്കവേ അർത്ഥത്തിനു കൊതിക്കുന്നതെന്തു നാം. മധ്യാനാർക്ക പ്രകാശമിരിക്കവേ ഖദ്യോതത്തെയോ മാനിച്ചു കൊള്ളേണ്ടു. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. മിത്രങ്ങൾ നമുക്കെത്ര ശിവ ശിവ. വിഷ്ണു ഭക്തന്മാരില്ലേ ഭുവനത്തിൽ. മായ കാട്ടും വിലാസങ്ങൾ കാണുമ്പോൾ ജായ കാട്ടും വിലാസങ്ങൾ ഗോഷ്ഠികൾ. ഭുവനത്തിലെ ഭൂതികളൊക്കെയും ഭവനം നമുക്കായതിതു തന്നെ. വിശ്വനാഥൻ പിതാവു നമുക്കെല്ലാം വിശ്വധാത്രി ചരാചര മാതാവും. അച്ഛനും പുനരമ്മയുമുണ്ടല്ലോ രക്ഷിച്ചിടുവാനുള്ള നാളൊക്കെയും. ഭിക്ഷാന്നം നല്ലൊരന്നവുമുണ്ടല്ലോ ഭക്ഷിച്ചിടുക തന്നെ പണിയുള്ളൂ. കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ.